Mamma's dishwash liquid. Soft on hands. വ്യാജ ഏറ്റുമുട്ടലുകൾക്ക് പേരുകേട്ട സംസ്ഥാനം. അയാളുടെ ഹിസ്റ്ററി നോക്കേണ്ട, അയാളുടെ മതം നോക്കും ചിലപ്പോൾ. അങ്ങനെ നടത്തുന്ന വ്യാജ ഏറ്റുമുട്ടലുകളുടെ വലിയ കേന്ദ്രമാണ് ഉത്തർപ്രദേശ്. കൊള്ളയും കൊലയും പീഡനവും വർഗീയതയുടെ പേരിലുള്ള വേട്ടയാടലുകൾക്കും വലിയ രീതിയിൽ പേരുകേട്ട സംസ്ഥാനമായി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു. 2017 യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയതിനു ശേഷം UPയുടെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളുടെ വളർച്ചയിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP ഒരുപാട് മുന്നിലാണ്. യോഗിയുടെ ശത്രുക്കളെയൊക്കെ എൻകൗണ്ടർ ചെയ്ത് വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ട് ഇല്ലാതാക്കുമ്പോൾ 19 വയസ്സുകാരിയെ പീഡിപ്പിച്ച സവർണ ഫാസിസ്റ്റ് ഭീകരന്മാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് യോഗി ആദിത്യനാഥ് UPയിൽ കൈക്കൊള്ളുന്നുള്ളത്. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഹത്രാസ് എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തുള്ള പെൺകുട്ടികളുള്ള അമ്മമാർ പേടിച്ച് വീടിനകത്ത് കുടിയേറിയിട്ടുണ്ട് എങ്കിൽ അത് യോഗി ആദിത്യനാഥ് എന്ന ക്രൂരനായ നീചനായ പൈശാചിക സ്വഭാവമുള്ള ഒരു മുഖ്യമന്ത്രി ആ സംസ്ഥാനം ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ദിവസവും പീഡനങ്ങൾ ഉണ്ടാകുന്നു, ദിവസവും പെൺകുട്ടികൾ വേട്ടയാടുന്നു. ദാ ഇപ്പോൾ ഇന്ത്യ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ ചെയ്തികൾ മാതൃകാപരമാക്കുന്ന എത്രയോ ആളുകൾ ഇന്നും രാഷ്ട്രീയപരമായിട്ട് പല ചേരികളിലുമുണ്ട്, പല പാർട്ടികളിലുമുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ ബഹുമാനിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹത്രാസിലേക്ക് അഥവാ ആ പെൺകുട്ടിയുടെ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ വാഹനം തടഞ്ഞു നിർത്തിയപ്പോൾ അതിനെ തടഞ്ഞ് നടന്നു പോകാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ കോളർ പിടിച്ച് നിലത്തേക്ക് വലിച്ചെറിയുന്ന യോഗി ആദിത്യനാഥിന്റെ ഭീകരന്മാരായ പോലീസുകാരുടെ ചിത്രം നമുക്ക് കാണേണ്ടി വരുന്നു. പ്രതികരിക്കുന്നവന്റെ പ്രതിരോധത്തിനെ മുഷ്ടി കൊണ്ട്, ആൾബലം കൊണ്ട്, പോലീസിനെ കൊണ്ട്, അധികാരം കൊണ്ട് നേരിടുന്ന യോഗിയുടെ കപട രാഷ്ട്രീയത്തെയാണ് ഇപ്പോൾ ലോകം UPയിൽ നിന്ന് കാണുന്നുള്ളത്. രാഹുൽ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയെയും തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾക്ക് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വീട്ടിലേക്കോ ആ ഗ്രാമത്തിലേക്കോ പോകാൻ ഞങ്ങൾ അനുവാദം തരില്ല എന്ന് ധാർഷ്ട്യഭാവത്തിൽ പോലീസുകാർ യോഗിക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുമ്പോൾ ധീരതയുടെ മുഖമായി രാഹുൽ പറഞ്ഞു, 100 കിലോമീറ്റർ ആണെങ്കിൽ അങ്ങനെ നടന്നു പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. ആ ധീരതയ്ക്ക് മുന്നിൽ പേടിച്ചു പോയ പോലീസുകാരൻ രാഹുൽ ഗാന്ധിയെ പിടിച്ച് നിലത്തേക്ക് വലിച്ചെറിയുന്നു. ഇതെന്തൊരു നാടാണ്! ആരാണ് രാഹുൽ ഗാന്ധി? രാഷ്ട്രീയപരമായി എല്ലാവരും ഒരേ കണ്ണിൽ ബഹുമാനിക്കുന്ന വ്യക്തിത്വം. ആ മനുഷ്യനെയാണ് ഒരു പോലീസുകാരൻ നിലത്തേക്ക് വലിച്ചിടുന്നത്. പ്രോട്ടോകോൾ പ്രകാരം ആ പോലീസുകാരൻ എത്രയോ മുകളിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനമുള്ളത്. പക്ഷേ ഒരു ബഹുമാനവും നൽകാതെ അദ്ദേഹത്തിന്റെ കോളർ പിടിച്ചിട്ട് നിലത്തേക്ക് വലിച്ചെറിയുന്നു. എന്തൊരു ക്രൂരതയാണ്! അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അധികാരത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് 19 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായി അവളുടെ നാക്ക് പോലും ബാക്കി വെക്കാതെ മുറിച്ചു കളഞ്ഞ് ക്രൂര പീഡനത്തിനിരയാക്കിയ സവർണ ഫാസിസ്റ്റ് ജന്തുക്കൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് UPയിലെ പെൺമക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത്. ആ മനുഷ്യനെ തടഞ്ഞ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ പോലീസുകാരാ, കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഒരിക്കൽ ഇതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.